Okay, I have a video color grade on Rikuana, and I edit export either, and in a phone to play no kepo, video colors in a difference under and saturation exposure null difference under. But I edit the problem in Kilarno. Okay, issue maybe end a monitor color calibrate, so I have a car the colors exposure on the correct icon. And any image or exposure and color and saturation value measure yamitwingi, any the use the accurate at color correct yamani. So in a video exposure color and saturation measure yamani. Help in the tools ആണ് Lumetri Scopes. And ഈ Lumetri Scopes നെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. And ഇത് കളർ ഗ്രേഡിംഗ് സീരീസിലെ എപ്പിസോഡ് 3 വീഡിയോ ആണ്. ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 സ്കോപ്സിനെ പറ്റിയാണ്. Vectorscope, RGB Parade and Waveform Luma. സോ നമുക്ക് Lumetri Scopes വരുന്നത് Lumetri Scopes എന്ന് പറയുന്ന പാനലിലാണ്. നമ്മൾ കളർ ടാബിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പാനൽ ഇവിടെ വരേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിൻഡോയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് Lumetri Scopes ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾ Lumetri Scopes ഇനേബിൾ ചെയ്യുമ്പോൾ ഈ 3 സ്കോപ്സും അല്ലായിരിക്കും ഇവിടെ കാണിക്കുന്നത്. സോ ഈ 3 സ്കോപ്സ് ഇനേബിൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ സെറ്റിംഗ്സ് ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വിൻഡോയിൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് Vectorscope YUV, RGB Parade and Waveform Luma enable ചെയ്ത് കൊടുക്കാം. ഈ 3 സ്കോപ്സും അല്ലാതെ നമുക്ക് Vectorscope HLS, ഹിസ്റ്റോഗ്രാം എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള 3 സ്കോപ്സിനെ പറ്റി ആയിരിക്കും നോക്കുന്നത്. ആൻഡ് ഈ 3 സ്കോപ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇനേബിൾ ചെയ്യാം. അല്ലെങ്കിൽ പ്രീസെറ്റ്സിൽ വന്നിട്ട് ഈ 3 സ്കോപ്സ് വരുന്ന ഏതെങ്കിലും ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾ ഈ പ്രീസെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ Waveform YCയിലായിരിക്കും കിടക്കുന്നത്. അത് ലൂമയിലേക്ക് മാറ്റാൻ വേണ്ടി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ Waveform ടൈപ്പ് ലൂമ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മൾ സ്കോപ്സിനെ പറ്റി ഒന്നുകൂടെ പറയുവാണെങ്കിൽ നമ്മുടെ വീഡിയോയിലുള്ള എക്സ്പോഷർ, കളേഴ്സ്, കളറിൻ്റെ സാച്ചുറേഷൻ എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് Lumetri Scopes. ഇനി നമുക്ക് ഓരോ സ്കോപ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് Waveform Lumaയെ കുറിച്ചാണ്. സോ നമുക്ക് Vectorscope YUVയും RGB Paradeഉം ക്ലോസ് ചെയ്യാം. സോ ഇതാണ് Waveform Luma. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനാണ് ഈ Waveform യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ Waveform നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പോഷറും കളേഴ്സും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഈ Waveform യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോയിലുള്ള ലൂമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, RGB ലെവൽസ്, ക്രോമ അല്ലെങ്കിൽ കളർ ഇൻഫോർമേഷൻ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. സോ ഈ വാല്യൂസ് ഉപയോഗിച്ച് നമ്മുടെ ഇമേജസ് കളർ കറക്റ്റ് ചെയ്യാം. സോ എന്തിനാണ് Waveform യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ Waveformലേക്ക് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ വാല്യൂസ് കാണാം ആൻഡ് റൈറ്റ് സൈഡിലും കുറേ വാല്യൂസ് കാണാം. ഈ വാല്യൂസിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ Waveformലെ ഡിഫറെൻറ്റ് പോർഷൻസ് നോക്കാം. ഏറ്റവും ടോപ്പിൽ വരുന്നത് വൈറ്റ്സ് ആണ്. അതിൻ്റെ താഴെ വരുന്ന പോർഷൻ ഹൈലൈറ്റ്സ് ആണ്. അതിൻ്റെ താഴെ വരുന്നത് അല്ലെങ്കിൽ സെൻറ്ററിൽ വരുന്നത് മിഡ് ടോൺസ് ആണ്. അതിൻ്റെ താഴെ വരുന്നത് ഷാഡോസ് ആണ്. ആൻഡ് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ബ്ലാക്ക്സ് ആണ്. സോ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഈ ടേംസിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്തായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ ഇമേജിലെ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് Waveformലെ ലെഫ്റ്റ് ടു റൈറ്റ്. Waveformലെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഇമേജിലെ ലെഫ്റ്റ് സൈഡ്. ഇമേജിലെ റൈറ്റ് സൈഡ് തന്നെയാണ് Waveformലെ റൈറ്റ് സൈഡ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ എഫക്റ്റ് കൺട്രോൾസിൽ ഒപ്പാസിറ്റിയിലെ മാസ്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇമേജിൽ ഒരു മാസ്ക് ഡ്രോ ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ഇത് ലെഫ്റ്റ് പോർഷനിൽ കൊണ്ടുവെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഇമേജിലെ ലെഫ്റ്റ് പോർഷനിലെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് Waveformലെ ലെഫ്റ്റ് പോർഷനിലെയാണ്. ഓക്കെ, ഞാൻ ഇനി മാസ്ക് ഇങ്ങനെ മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് Waveformൽ കാണാം. ഇമേജിലെ മാസ്ക് എവിടെയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് Waveformൽ കാണാൻ കഴിയുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസിനെ പറ്റിയാണ്. ഇവിടെ 0 തൊട്ട് 100 വരെയുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടും അതിൻ്റെ താഴോട്ടുള്ള വാല്യൂസിനെ പറ്റി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് IRE യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോ എഞ്ചിനീയേഴ്സ് എന്ന് പറയും. സോ ഇവരാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചത്. ആൻഡ് ആ യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് IRE യൂണിറ്റ്സ് അല്ലെങ്കിൽ IRE സ്കെയിൽ എന്നും പറയും. ആൻഡ് IRE സ്കെയിലിൽ 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ക്ലിപ്പിംഗ് ആണ്. അതായത് ബ്ലാക്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും 0യിൽ വന്നു കഴിയുമ്പോൾ നഷ്ടപ്പെടും. ആൻഡ് 100 എന്നുള്ളത് വൈറ്റ് ക്ലിപ്പിംഗ് ആണ്. അതായത് വൈറ്റ്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും 100ൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും പോകും. സോ 0യിൽ ബ്ലാക്സിൽ ഒരു ഡീറ്റെയിൽസും ഇല്ല, 100ൽ വൈറ്റ്സിൽ ഒരു ഡീറ്റെയിൽസും ഇല്ല. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണത്തില്ല. സോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നമ്മൾ ഇമേജിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്കൈ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ആൻഡ് ഇവിടെ ഞാൻ Lumetri കളറിൽ ഇതിൻ്റെ വൈറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ Waveformൽ നോക്കിക്കോണം, അതേസമയം ഇമേജിൽ നോക്കിക്കോണം. ഞാൻ ഇവിടെ വൈറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് വാല്യൂ 100ൽ ടച്ച് ചെയ്തപ്പോഴത്തേനും ഇതവിടെ ക്ലിപ്പായിരിക്കുന്നതാണ്. ആൻഡ് നമ്മൾ Waveformലുള്ള ക്ലിപ്പായ പോർഷൻ ഇമേജിൽ നോക്കുവാണെങ്കിൽ കാണാം അവിടെയുള്ള സ്കൈയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം ഇവിടെ ഒരു കംപ്ലീറ്റ് വൈറ്റ് കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സ്കൈയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ ഡീറ്റെയിൽസോ ഒന്നുമില്ല. നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് ഫുള്ള് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ആൻഡ് ഞാൻ ഇവിടെ വൈറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 100ൻ്റെ താഴെ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ക്ലൗഡ്സിലെ ഡീറ്റെയിൽസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ തന്നെയാണ് ബ്ലാക്സിലും. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാം. അതുപോലെ കാറിൻ്റെ ബോഡി കാണാം, അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഷാഡോ ഉണ്ട്. ആൻഡ് ഇവിടെ കാറിൻ്റെ ബോഡി കാണാം, റോഡ് കാണാം, അതിൻ്റെ ഇടയ്ക്കുള്ള ഷാഡോ കാണാം. ആൻഡ് ഞാൻ ഇവിടെ ബ്ലാക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 0യിൽ ക്ലിപ്പായിരിക്കുന്ന കാണാം. ഇവിടെ നോക്കുവാണെങ്കിൽ ടയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ് ടയർ ഏതാണ് ഷാഡോ എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ നോക്കുവാണെങ്കിലും ആ ഒരു റോഡും ആ ബോഡിയും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഷാഡോയും ആ റോഡിൻ്റെ ഡീറ്റെയിൽസും ബോഡിയുടെ ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ബ്ലാക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, അതായത് 0യുടെ മുകളിലാണ് ഞാൻ നിർത്തുന്നതെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ടയറിൻ്റെ ഡീറ്റെയിൽസ്, ആ ബോഡി, റോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. സോ നമ്മൾ വേവ് ഫോം ഉപയോഗിച്ച് കളർ കറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വേവ് ഫോമിൻ്റെ വാല്യൂ 0യുടെയും അതുപോലെ 100ൻ്റെയും ഇടയ്ക്കായിരിക്കണം. 0യിലായി കഴിഞ്ഞാൽ ബ്ലാക്സിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടും, 100ലായി കഴിഞ്ഞാൽ വൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. സോ എപ്പോഴും 100ൻ്റെയും 0യുടെയും ഇടയ്ക്ക് വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള വാല്യൂസിനെ പറ്റി നോക്കാം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വാല്യൂസിനെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. 0യുടെ 100ൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാല്യൂസ് നിർത്തണം, എങ്കിലേ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ഈ ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ വാല്യൂസിൻ്റെ പുറകിലുള്ള കഥയോ അതിൻ്റെ സ്റ്റോറിയോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ബട്ട് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ നമ്മുടെ വീഡിയോയുടെ ബിറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവും. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇതൊരു 8 ബിറ്റ് ഫുട്ടേജ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 0 to 255 ആണ്. ആൻഡ് ഞാൻ ഈ ബിറ്റ് 8ൽ നിന്ന് 10ലേക്ക് മാറ്റുവാണെങ്കിൽ ഇവിടെ വാല്യൂസ് ചേഞ്ച് ആയിരിക്കുന്ന കാണാം. ഇതിപ്പോൾ 0 to 1020 ആയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജേ ഉള്ളൂ, ബൈനറി ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജിൽ വരുന്നത് 0യും 1ഉം ആണ്. ഓക്കെ, സോ 1 ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁻1 ആണ്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യും 1ഉം ഉള്ള രണ്ടെണ്ണം. സോ 2⁻1 ആണ് 1 ബിറ്റ്, അതായത് 2 വാല്യൂസ്. 2 ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁻2 ആണ്. സോ അവിടെ 4 വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. 1 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ 2 വാല്യൂസ് ആയിരിക്കുമല്ലോ, 0യും 1. 0യെ നമ്മൾ ബ്ലാക്ക് ആയിട്ട് എടുക്കാം ആൻഡ് 1നെ നമുക്ക് വൈറ്റ് ആയിട്ട് എടുക്കാം. സോ 1 ബിറ്റിൽ 2 ഇൻഫർമേഷൻസ് ഉണ്ട്, ബ്ലാക്കിൻ്റെ വൈറ്റിൻ്റെ. ആൻഡ് നമ്മൾ 2 ബിറ്റ് എടുക്കുവാണെങ്കിൽ ടോട്ടൽ 4 എണ്ണം ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട് ആൻഡ് 2 ഗ്രേ ഷെയ്ഡ്സും ഉണ്ട്. ആൻഡ് 3 ബിറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ 2⁻3 ആണ്. ടോട്ടൽ 8 വാല്യൂസ് ഉണ്ട്, അതായത് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട് ആൻഡ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബിറ്റ് റേറ്റ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് വാല്യൂസും ഇൻക്രീസ് ആവും. ആൻഡ് നമ്മൾ ചില ഇമേജസിൽ അല്ലെങ്കിൽ വീഡിയോസിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര അധികം ബാൻഡിങ് കാണാം. അത് ഉറപ്പായിട്ടും ലോ ബിറ്റ് ഫുട്ടേജസ് ആയിരിക്കും. അതിലുള്ള ബ്ലാക്കിൻ്റെയും ഗ്രേയുടെയും വൈറ്റിൻ്റെയും ഇൻഫർമേഷൻസ് കുറവായിരിക്കും. അതേസമയം ഹൈ ബിറ്റ് വീഡിയോ ആണെങ്കിൽ അതിലുള്ള ബ്ലാക്സിൻ്റെയും ഗ്രേസിൻ്റെയും വൈറ്റിൻ്റെ ഇൻഫർമേഷൻസ് കൂടുതലായിരിക്കും. സോ നമുക്ക് ബാൻഡിങ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് കിട്ടും. ഓക്കെ, ഇവിടെ 8 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേനും 2⁸8, അതായത് നമുക്ക് ടോട്ടൽ 256 കോമ്പിനേഷൻസ് 0യും 1ഉം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അതായത് 0യും 1ഉം യൂസ് ചെയ്തിട്ടുള്ള 0യും 1ഉം യൂസ് ചെയ്ത് 8 അക്കമുള്ള 256 കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ 0 0 0 0 0 0 0 0, അതായത് 8 സീറോസ് കൂട്ടി വെക്കുന്നത് നമുക്ക് ബ്ലാക്ക്സ് ആയിട്ട് എടുക്കാം ആൻഡ് 8 വൺസ് കൂട്ടി വെക്കുന്നത് നമുക്ക് വൈറ്റ്സ് ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള 0യും 1ഉം ഉള്ള കോമ്പിനേഷൻസിനെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നെറ്റിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് മാക്സിമം അറിയാവുന്ന പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് 8 ബിറ്റിൽ സീറോസിൻ്റെയും വൺസിൻ്റെയും 256 കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമ്മളിവിടെ വേവ് ഫോമിൽ 0 to 255 കാണുന്നത്. ആൻഡ് ഇവിടെ 256 പകരം 255 കാണിക്കുന്നതിൻ്റെ കാരണം ഇവിടെ തുടങ്ങുന്നത് 0യിൽ നിന്നാണ്. 1ൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ 256 കാണിച്ചാലും 0യിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ഇവിടെ 255 വരെ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ 8 ബിറ്റ് മാറ്റി 10 ബിറ്റിലോട്ട് വെക്കുവാണെങ്കിൽ 0 to 1023 ആണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം 2⁻10 എന്ന് പറയുമ്പോഴത്തേനും 1024 ആണ്. അതായത് നമുക്ക് ടോട്ടൽ 1024 കോമ്പിനേഷൻസ് സീറോസും വൺസും ഉപയോഗിച്ച് 10 ബിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ 0 to 1023 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വേവ് ഫോമിൻ്റെ ലോജിക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ വേവ് ഫോമിനെ പറ്റി സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ വേവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിലുള്ള എക്സ്പോഷർ ആൻഡ് കളേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഈ വേവ് ഫോം യൂസ് ചെയ്ത് നമുക്ക് ലൂമ, RGB ലെവൽസ്, ക്രോമ, കളർ ഇൻഫർമേഷൻസ് എല്ലാം മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും.
ആൻഡ് വേവ് ഫോമിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് നമ്മുടെ ഇമേജിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ്. വേവ് ഫോമിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ബ്ലാക്ക്സും ഏറ്റവും ടോപ്പ് സൈഡിൽ വരുന്ന വൈറ്റ്സുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് വരുന്നത്. അതായത് ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ് ആൻഡ് ഷാഡോസ് വരും. ആൻഡ് ഇവിടെ വേവ് ഫോമിൽ 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ക്ലിപ്പിംഗ് ആണ്. അതായത് ബ്ലാക്സിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. ആൻഡ് 100 എന്ന് പറയുന്നത് വൈറ്റ്സ് ക്ലിപ്പിംഗ് ആണ്. വൈറ്റ്സിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. ആൻഡ് എപ്പോഴും നമ്മൾ കളർ കറക്റ്റ് ചെയ്യുമ്പോഴത്തേനും വാല്യൂസ് 0യുടെയും 100ൻ്റെയും ഇടയ്ക്കായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങൾ വേവ് ഫോമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നോക്കാം. ആൻഡ് നമ്മളിവിടെ വേവ് ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ വേവ് ഫോം ടൈപ്പിൽ ലൂമ അല്ലാതെ കുറേ ഡിഫറെൻറ്റ് വേവ് ഫോം ടൈപ്സ് കാണാം. ആൻഡ് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വേവ് ഫോം ടൈപ്പ് YC ആണ്. ഇവിടെ Y എന്ന് പറയുന്നത് ലുമിനൻസും C എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമയും ആണ്. ക്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണ് കേട്ടോ. ഇവിടെ ഗ്രീൻ കളറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലുമിനൻസ് ആണ്. ആൻഡ് ബ്ലൂ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കളറിനെയാണ്. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. 0യുടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ലുമിനൻസിലും ക്രോമയിലുള്ള ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. ആൻഡ് 100ൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലുമിനൻസിലും ക്രോമയിലുമുള്ള ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. സോ വേവ് ഫോമിൻ്റെ വാല്യൂസ് നമ്മൾ 0യുടെയും 100ൻ്റെ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് അടുത്ത വേവ് ഫോം ടൈപ്പ് RGB ആണ്. ആൻഡ് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ റെഡ് ചാനൽ, ബ്ലൂ ചാനൽ, ഗ്രീൻ ചാനൽ ഈ 3 ചാനൽസിൻ്റെയും ഇൻഫർമേഷൻ ഇവിടെ കാണാം. നമ്മൾ വേവ് ഫോം ലൂമയിൽ കണ്ടത് ബ്ലാക്ക് ടു വൈറ്റ് ആണ്. ബട്ട് ഇവിടെ കാണിക്കുന്നത് ഓരോ കളേഴ്സിൻ്റെയും ഏറ്റവും ഡാർക്കസ്റ്റ് കളർ 0 തൊട്ട് ആൻഡ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് കളർ 255 വരെയാണ്. ആൻഡ് ലോജിക്കും പ്രിൻസിപ്പിളും ഒക്കെ സെയിം തന്നെയാണ്. 0യിൽ ഈ കളേഴ്സിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. ആൻഡ് 255ൽ ഈ കളേഴ്സിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. സോ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴത്തേനും 0യുടെയും 255ൻ്റെയും ഇടയ്ക്കായിരിക്കണം നമ്മൾ വേവ് ഫോം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ വേവ് ഫോം RGBയിൽ നോക്കുവാണെങ്കിൽ ഈ 3 കളേഴ്സും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ RGB പരേഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെയിം സംഭവം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് RGB ഈ 3 കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ആൻഡ് നമ്മൾ വേവ് ഫോമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് വേവ് ഫോം സ്കോപ്പ് ക്ലോസ് ചെയ്തിട്ട് RGB പരേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം RGB റെഡ്, ഗ്രീൻ, ബ്ലൂ ഇത് 3ഉം പ്രൈമറി കളേഴ്സാണ്. ഈ കളേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ RGB പരേഡ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് എക്സ്പോഷർ കറക്റ്റ് ചെയ്യാനും 2 വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും. എക്സ്പോഷർ നമുക്ക് കുറച്ച് മുമ്പ് പഠിച്ച ലൂമ വേവ് ഫോം യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ RGB പരേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. വേവ് ഫോമിൽ നോക്കിയാൽ അതേ പ്രിൻസിപ്പിളാണ്. 0യും 100ഉം ക്ലിപ്പ് ചെയ്യാതെ നോക്കിയാൽ മതി. രണ്ടാമത് നമ്മളിത് യൂസ് ചെയ്യുന്നത് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു റെഡിഷ് കളറാണ് നമ്മുടെ ഇമേജിനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കുള്ളത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട്. ബട്ട് ആക്ച്വലി ഇതൊരു റെഡിഷ് കളറാണ്. ആൻഡ് നമ്മൾ RGB പരേഡിലേക്ക് നോക്കുമ്പോഴും അത് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ റെഡ് കളറാണ് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഗ്രീൻ കളർ അതിനേക്കാളും കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. ബ്ലൂ കളർ അതിനേക്കാളും കുറച്ചുകൂടെ താഴെയാണ് നിൽക്കുന്നത്. സോ ഈ 3 കളേഴ്സും സെയിം ആയിട്ടല്ല നിൽക്കുന്നത്, റെഡ് ഡൊമിനൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഈ 3 കളേഴ്സും നമ്മൾ സെയിം ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബാലൻസ് കിട്ടും. സോ അങ്ങനെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് RGB പരേഡ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബേസിക് കറക്ഷനിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ സ്ലൈഡേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതോർത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇവിടെ ഞാൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ബ്ലൂ ഇൻക്രീസ് ആണെന്ന് കാണാം, റെഡ് കുറച്ച് താഴേക്കാണെന്ന് കാണാം. ഓക്കെ, ഇവിടെ ഏകദേശം റെഡ്, ഗ്രീൻ, ബ്ലൂ കളർ ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കുറച്ചൊന്ന് പുഷ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ടിൻറ്റിൻ്റെ വാല്യൂ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുവാണ്. കുറച്ച് മതി, മേ ബി ഒരു -1 കൊടുത്ത് നോക്കാം. സോ ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ് ഒരുപോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഇമേജിലേക്ക് നോക്കുവാണെങ്കിൽ ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ, ദിസ് ഈസ് ബിഫോർ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബാലൻസ് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് വെക്ടോസ്കോപ്പ് YUV കുറിച്ചാണ്. സോ നമുക്ക് വെക്ടോസ്കോപ്പ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് RGB പരേഡ് ക്ലോസ് ചെയ്യാം. സോ ഇതാണ് വെക്ടോസ്കോപ്പ്. ഈ വെക്ടോസ്കോപ്പ് നമ്മളൊരു കളർ വീൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ ഒരു കളർ വീൽ എടുത്തിട്ട് വെക്ടോസ്കോപ്പിൻ്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ കളേഴ്സ് തന്നെയാണ് നമ്മുടെ ഇവിടെ വെക്ടോസ്കോപ്പിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് പ്രീമിയറിൽ അത് കറക്റ്റായിട്ട് ലേബലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലൂ കളർ, ഇവിടെ മജൻഡ, റെഡ്, യെല്ലോ, ഗ്രീൻ, സയാൻ കളർ കറക്റ്റായിട്ടാണ് ലേബൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്തിനാണ് വെക്ടോസ്കോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയ വേവ്ഫോം ലൂമ, RGB പരേഡ് ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് എക്സ്പോഷർ മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇവിടെ വെക്ടോസ്കോപ്പിന് എക്സ്പോഷറായിട്ട് ഒരു ബന്ധവുമില്ല. വെക്ടോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജിലുള്ള കളർ കണ്ടുപിടിക്കാനും ആൻഡ് അതിൻ്റെ സാച്ചുറേഷൻ മനസ്സിലാക്കാനുമാണ്. സോ നമ്മളിവിടെ വെക്ടോസ്കോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ സെൻട്രൽ നിന്ന് ഈ സിഗ്നൽ പല സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് കാണാം. ആൻഡ് ഈ സിഗ്നൽ ഏതെല്ലാം കളറിലേക്ക് പോയിട്ടുണ്ടോ ആ കളറെല്ലാം നമ്മുടെ ഇമേജിലുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇത് ബ്ലൂയിലേക്ക് പോയിട്ടുണ്ട്, റെഡിലേക്ക് പോയിട്ടുണ്ട്, ഓറഞ്ച്
സൈഡിലേക്ക് പോയിട്ടുണ്ട്, യെല്ലോ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ കളറെല്ലാം നമ്മുടെ ഇമേജിലുണ്ട്. ആൻഡ് സെൻട്രലിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻസിലേക്ക് ഈ സിഗ്നൽ പോയിട്ടുണ്ടോ അത്രമാത്രം സാച്ചുറേറ്റഡ് ആണ് ആ കളർ എന്നാണ് മീനിങ്. ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ ലുമിട്രി കളറിൽ കേർവ്സ് ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് ഹ്യൂ കേർവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഹ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഞാൻ അത് മജൻഡയിലേക്ക് മാറ്റി. ആൻഡ് നമ്മൾ വെക്ടോസ്കോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം ആ സിഗ്നൽ മജൻഡയിലോട്ട് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മജൻഡ കളർ നമ്മുടെ വീഡിയോയിലുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ്റെ പിക്കർ എടുത്തു. എന്നിട്ട് നമുക്കൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വെക്ടോസ്കോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലൂ കളറിലേക്ക് സിഗ്നൽ സ്പ്രെഡ് ആകുന്ന കാണാം. സോ നിങ്ങൾക്ക് വെക്ടോസ്കോപ്പിന്റെ യൂസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇവിടെ വെക്ടോസ്കോപ്പിൽ കുറേ ഐക്കൺസും ലൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറേ ചെറിയ ബോക്സസ് ആണ്. ആൻഡ് അത് ലൈൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രോഡ്കാസ്റ്റ് സേഫ് ഏരിയ. നമ്മൾ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം എപ്പോഴും ഈ ലൈൻസിൻ്റെ ഉള്ളിലായിരിക്കണം കളറിൻ്റെ സാച്ചുറേഷൻ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കളറിൻ്റെയും സാച്ചുറേഷൻ്റെയും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. സോ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള വീഡിയോസ് ബ്രോഡ്കാസ്റ്റ് സേഫ് റീജിയൻ്റെ ഉള്ളിലായിരിക്കണം സാച്ചുറേഷൻ വെക്കേണ്ടത്. ആൻഡ് നമ്മൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ആണെങ്കിൽ ഈ ലൈൻസിൻ്റെ പുറത്ത് പോയാലും കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ കുറേ വലിയ ബോക്സസ് കാണാം. ഈ വലിയ ബോക്സസ് എന്ന് വെച്ചാൽ 100% സാച്ചുറേഷൻ ആണ്. അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം സാച്ചുറേഷൻ്റെയും കളേഴ്സിൻ്റെയും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും കാണാം. ആൻഡ് ഈ വെർട്ടിക്കൽ ലൈനാണ് സ്കിൻ ടോൺ ലൈൻ. എപ്പോഴും നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളർ ഈ ലൈനിൻ്റെ മുകളിലായിരിക്കണം കിടക്കേണ്ടത്. നമ്മുടെ സ്കിൻ കളർ ഏതായിരുന്നാലും കുഴപ്പമില്ല, എപ്പോഴും സ്കിൻ ടോൺസ് ഈ ലൈൻസിൻ്റെ മുകളിലായിരിക്കണം കിടക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്തിനൊക്കെയാണ് വെക്ടോസ്കോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കളർ മനസ്സിലാക്കാനും അതിൻ്റെ സാച്ചുറേഷൻ മനസ്സിലാക്കാനും. രണ്ടാമതായിട്ട് നമുക്ക് വീഡിയോസിൻ്റെ കളർ മാച്ച് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ ഒരു ക്യാമറയിലെടുത്തു. എൻ്റെ അടുത്ത വീഡിയോസ് തമ്മിൽ കളേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് ഫസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് വെക്ടോസ്കോപ്പിൽ ആ കളർ ഏതൊക്കെയാണ്, അതിൻ്റെ സാച്ചുറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് കളർ മാച്ച് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് കളർ മാച്ചിങ്ങിനെ പറ്റി നമ്മൾ മുമ്പോട്ടുള്ള എപ്പിസോഡ്സിൽ ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. സ്കിൻ ടോൺസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് അതിനെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് സ്കിൻ ടോൺ മാത്രം മാസ്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇവിടെ മാസ്ക് ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രോപ്പ് ഇഫക്റ്റ് യൂസ് ചെയ്യാം. നമ്മളിവിടെ സ്കിൻ ടോൺ മാത്രം മാസ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെക്ടോസ്കോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മാറിയാണ് സ്കിൻ ടോൺ കിടക്കുന്നതെന്ന് കാണാം. സോ നമുക്ക് ഈ സിഗ്നൽ ഈ ലൈനിൻ്റെ നേരെ കൊണ്ടുവരണം. ഞാൻ ഇവിടെ ലുമിട്രി കളർ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യുവാണ്. ഇനി നമുക്ക് ഷാഡോ ടിൻ്റ് കുറച്ച് റെഡ് സൈഡിലേക്ക് മാറ്റി കിടക്കാം. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ സിഗ്നൽ ലൈനിലേക്ക് വരുന്ന കാണാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് മാസ്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഇതാണ് സ്കിൻ ടോൺ. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. സോ അങ്ങനെ കളേഴ്സ് മാച്ച് ചെയ്യാനും സ്കിൻ ടോൺസ് കറക്റ്റ് ആക്കാനും നമുക്ക് വെക്ടോസ്കോപ്പ് യൂസ് ചെയ്യാം. സോ ഈ വീഡിയോസിൽ നമ്മൾ വേവ്ഫോമിനെ കുറിച്ചും RGB പരേഡിനെ കുറിച്ചും വെക്ടോസ്കോപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളർ സ്പേസ് ആൻഡ് പ്രൊഫൈലിനെ കുറിച്ചാണ്. ആൻഡ് ആ എപ്പിസോഡ് കാണാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.